മൊത്തം സംഭവമാണ്. ക്യാമറ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ കാണാം ഇതുപോലെ അടുപ്പ് കൂട്ടി പേരെഴുതി വെച്ചത്. ഇത് കണ്ടോ, അശ്വതി, രേവതി, ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടാണ് അശ്വതി, രേവതി, അങ്ങനെ നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ട് പോയിട്ടുണ്ട്. അതായത് ഇവിടെ മറ്റാരും ഇരിക്കാൻ പാടില്ല, ഇത് അശ്വതിയുടെ ആള്, ഇത് രേവതിയുടെ ആള് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സ്ഥലം പിടിച്ചിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴാൻ പോകുന്നവരുണ്ട്, അതിനുശേഷം ഷോപ്പിങ്ങിന് പോകുന്നവരുണ്ട്. അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രം തൊട്ടടുത്താണ്. അപ്പൊ ദൂരെ നിന്ന് വരുന്നവരുടെയൊക്കെ ഒരു പ്ലാൻ ഉണ്ടാവും. അതെ, പത്മനാഭനെ തൊഴണം, ആറ്റുകാലമ്മയെ ഗണപതിയെ തൊഴണം, ഇതൊക്കെ ശേഷം പോയി ഈ സമയം എന്ന് പറഞ്ഞാൽ പീക്ക് ടൈമാണ്. 5 മണി 6 മണി എന്ന് പറയുന്നത് അവർ അമ്പലത്തിൽ നേരത്തെ ആര് പറഞ്ഞ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്ന ആ സമയമാണ്. ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം, ഈ തിരുവനന്തപുരം ആതിഥേയത്വം വഹിക്കുന്ന കാര്യത്തിൽ ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് ഈ ഒരു പൊങ്കാല ദിവസം അല്ലേ. കാരണം വരുന്ന എല്ലാവരെയും മനം നിറച്ച് സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ തിരുവനന്തപുരത്തിന് ഈ ഒരു പൊങ്കാല ദിവസം മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ്. കാരണം വരുന്ന ആരും ഇവിടെ വിശന്നു പോകുന്നില്ല, വെള്ളം കിട്ടാതെ പോകുന്നില്ല. അത്രമാത്രം വലിയ ചൂടാണെങ്കിൽ പോലും ആ ചൂടിനൊക്കെ വകവെക്കാതെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ഇവിടുന്ന് ആരും പോകുന്നില്ല എന്നുള്ളതാണ്. പോകാനിരിക്കുന്നവർ ചോദിക്കും കഴിഞ്ഞ പൊങ്കാല എങ്ങനെയുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ അവർ പറയും നല്ല സ്ഥലം കിട്ടി, വെയിലൊന്നും അധികം ഇല്ലാത്ത കാറ്റൊക്കെ കിട്ടുന്ന നല്ല സ്ഥലം കിട്ടുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു നല്ല സ്ഥലത്ത് കുറെ പേര് ഇരിക്കുന്നുണ്ട്. തണല് പറ്റിയിരിക്കുന്ന, തണല് പറ്റി കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട്. എവിടെയാ വരുന്നത് എല്ലാരും? എവിടുന്നാ വരുന്നേ? വെമ്പായം. എവിടെയാ? തിരുവനന്തപുരമാണ്. എല്ലാ വർഷവും ഇവിടെ തന്നെയാണോ ഇരിക്കാറ്? ഇവിടുന്നാണോ എല്ലാ വട്ടവും പൊങ്കാല ഇടാറ്? അതെ അതെ, ഈ സ്ഥലം തന്നെ. തണല് നോക്കിയിരിക്കുവാണ് ഇവിടെ. അതെ, നമ്മളെ കാണുമ്പോ ഇറങ്ങി ഓടുന്നുണ്ടല്ലേ? അതുകൊണ്ട് ലോക്ക് ചെയ്തത്. എവിടുന്നാ വരുന്നത്? കരുനാഗപ്പള്ളിന്ന്, കൊല്ലം. അപ്പൊ ഇവിടെ ഞങ്ങൾ പറയായിരുന്നു തണല് പറ്റിയിരിക്കുക, അതാണ് ഉദ്ദേശം നമ്മുടെ. വന്നപ്പോ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം കിട്ടി. എല്ലാ തവണ ഇവിടാണോ? കണ്ട, അതാണ് സ്ഥിര സ്ഥലമുള്ള ഒരുപാട് പേരുണ്ട്. ചേച്ചി പേരെന്തുവാ? ലീന. ഈ പൊങ്കാലയ്ക്ക് വന്നിട്ട് കൂട്ടുകാരെ കിട്ടിയ പരിപാടിയൊക്കെ ഉണ്ടോ? ഇവിടെ വരുമ്പോ കാണുന്ന കൂട്ടുകാരുണ്ടാവുമല്ലോ. ഉണ്ടോ? അമ്മയൊക്കെ എഴുന്നേറ്റ് ഓടി, എന്റെ പൊന്നമ്മയെ പോണ്ട, ഞാൻ ഓടി. എല്ലാരും ഞങ്ങളെ കണ്ട് പേടിച്ചോടുവാണ്, ആരും പേടിക്കണ്ട. എത്ര ദിവസത്തേക്ക് നമ്മളെ പരിപാടികളൊക്കെ എങ്ങനെയാ? ഇനിയുള്ള സംഭവം എങ്ങനെയാ? ഇനിയുള്ള സംഭവം രാവിലെ എണീറ്റ് കുളിക്കണം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം, പിന്നെ വന്ന് നമ്മൾ തേങ്ങ തിരിക്കണം, മാവ് കുഴച്ച് വെക്കണം, പൊങ്കാലയുടെ എല്ലാം നോക്കണം. അല്ല, അപ്പൊ ഇന്ന് ഇവിടെ തന്നെയാണ് കിടപ്പ്? കിടക്കുന്നത്. ഒരു പേടിയില്ല, പേടിക്കേണ്ട ഒരു കാര്യമില്ല. അതുപോലെ ലൈറ്റും വെട്ടം എല്ലാം ഒരു വലിയ പ്രത്യേകതയാണ്. കാരണം ഇന്നത്തെ ദിവസം ഈ റോഡ് മുഴുവൻ സ്ത്രീകളാണ് എന്നുള്ളത്, അല്ലെങ്കിൽ സ്ത്രീകൾ കൈയടക്കിയ ഒരു ദിവസമാണ്. ആർക്കും ഒരു പേടിയുമില്ല. അതേപോലെ നമ്മള് രാത്രി നടത്തമൊക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ കാണിക്കുന്ന സമയത്ത്, ആ രാത്രി നടത്തത്തിന്റെ ഒക്കെ സമയത്ത് ഇവിടെ സുന്ദരിമാരായ ചേച്ചിമാരിപ്പുണ്ട്. ചേച്ചി എവിടുന്നാ വരുന്നേ? കോട്ടയം. എല്ലാരും കോട്ടയാണോ? ഒരു ടീമായിട്ട് വരുവാണ്? അതെ അതെ. എല്ലാ വർഷം വരാറുണ്ടോ? ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. ആദ്യമായിട്ടാണ്. അപ്പൊ എക്സൈറ്റ്മെന്റിലാണോ നാളെ പൊങ്കാല? അതെ അതെ. നല്ല ആഗ്രഹത്തിൽ, വലിയ ഒരു ആഗ്രഹമൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ? ഉണ്ട്, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ നാളെ എന്തായാലും ഉഷാറായിട്ട് പൊങ്കാലിടാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇതാ ഇവര് തണലൊക്കെ നോക്കി ഇങ്ങനെ മാറിയിരിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് വന്ന ആളുകളാണ്. ഇങ്ങനെ കോട്ടയം എന്നില്ല, കോഴിക്കോട് എന്നില്ല, മലപ്പുറം എന്നില്ല, കേരളത്തിന്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഉണ്ടാകും, ഈ മണ്ണിലുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ മണ്ണ് അവരെ സ്വീകരിക്കാൻ പൂർണ്ണമായും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഷോപ്പിങ്ങിനെ കുറിച്ച് നേരത്തെ ആര് പറഞ്ഞു? ഷോപ്പിംഗ് സെന്റർ ആണ് കിഴക്കേക്കോട്ട. ശരിയാണ്. കാരണം നമ്മൾ വിചാരിക്കും പൊങ്കാലയുമായി ബന്ധപ്പെട്ട സാധനങ്ങളായിരിക്കും വാങ്ങുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ചിലപ്പോ അടുത്ത പൊങ്കാലയ്ക്ക് വാങ്ങാം എന്ന് പറഞ്ഞു വെച്ച ചില സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. നമ്മൾ നടക്കുമ്പോ സൂക്ഷിക്കണം. കൂടുതലാണ്. എനിക്കും ഭാവിക്കും പരസ്പരം നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ മൈക്ക് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് കിഴക്കേക്കോട്ടയിലെ ഒരു തിരക്ക് എന്ന് പറയുന്നത്. നമുക്ക് വരും, ഇവിടെ ഇങ്ങോട്ട് വരും. ഹലോ, എവിടെന്നാ വരുന്നേ? പെരുമ്പാവൂര്. ഷോപ്പിംഗ് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇനി എന്തൊക്കെയാ വാങ്ങാനുള്ളത്? കയ്യില് ചിരട്ടക്കൈയിലൊക്കെ വാങ്ങി. അതായത് തവി, ചിരട്ടത്തവി തന്നെ വേണമെന്നുണ്ടോ? പൊങ്കാലയ്ക്ക് അങ്ങനെയാണല്ലോ. പേരെന്താ? എല്ലാ തവണയും വരാറുണ്ട്. അപ്പൊ ഒരു കലത്തിലേ ഉള്ളോ പൊങ്കാല? അല്ല, 11 കലത്തില് പൊങ്കാലയുണ്ട്. നേർച്ചയാണ്. എത്രാമത്തെ തവണ പൊങ്കാല ഇടുന്നത്? 8ാമത്തെ തവണ. അപ്പൊ ഗംഭീരമായിട്ട് പൊങ്കാല നടക്കട്ടെ, സേഫ് ആയിട്ട് നടക്കട്ടെ. അപ്പൊ പെരുമ്പാവൂരിൽ നിന്ന് വന്ന ഒരാളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതുപോലെ നിരവധി സ്ഥലത്ത് നിന്ന് വരുന്ന ഈ വൈബിന്റെ കാര്യം നമ്മൾ പറയേണ്ട, കാഴ്ചകൾ കണ്ടാൽ മതി എന്ന് തോന്നുന്നു അല്ലെ. നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രമല്ല ആളുകൾ വാങ്ങുന്നത് എന്നുള്ള കാര്യമാണ്. അതാണ് ഇവിടെ
കിട്ടുമെന്നുള്ളൊരു അവസ്ഥയാണല്ലോ ഇന്ന്. എന്ത് വേണമെങ്കിലും ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കിട്ടും. ഇപ്പോൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലിടാൻ വരുന്ന ആളുകള് പൊങ്കാല സാധനങ്ങൾക്ക് അപ്പുറത്തേക്ക് അവർക്ക് വേണ്ടപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളുണ്ട്. അവർ കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നുണ്ട്, അല്ലാത്ത വീട്ടു സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഈ പ്രത്യേകിച്ചും ഈ ഇലക്ക് എന്താ നിങ്ങളുടെ അവിടെ പറയാ? കോഴിക്കോട് എന്താ പറയാ? സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്കറിയാം. തെരളിയപ്പം ഉണ്ടാക്കുന്ന ഇലയാണ്. തിരുവനന്തപുരത്ത് പഠിച്ചതാണ്. ഇതിന് വഴനയില എന്നൊക്കെ പല സ്ഥലത്ത് പറയും. ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയുന്നത്. ഇതിലുണ്ടാക്കുന്ന അപ്പം ദേവിക്ക് ഭയങ്കര പ്രിയപ്പെട്ടാണ് അല്ലേ? അതെ, അതുകൊണ്ട് തെരളിയില കച്ചവടം കഴിയാറായോ? നാളെ വരെ ഉണ്ടോ? നാളെ വരെ ഉണ്ട്. എങ്ങനെയുണ്ട് കച്ചവടം ഇത്തവണ? കച്ചവടം ഒരുവിധം. ഒരുവിധം. ചേട്ടന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പൊങ്കാലിടാൻ പോകുന്നുണ്ട്. അപ്പൊ അവരെ സഹായിക്കാൻ പോകും. ഈ സ്ത്രീകളാണ് പൊങ്കാലിടുന്നെങ്കിലും പുരുഷന്മാരുടെ ഒരു സപ്പോർട്ട് കട്ടയ്ക്ക് ഉണ്ട് അല്ലെ? ഉണ്ട്. അതിന്റെ ഭാഗമാണ് ഇതൊക്കെ. കച്ചവടമൊക്കെ ഉണ്ട്, ഒരുവിധം ഉണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നു. ചൂടിന്ന് കുറവ്, ഒരു രക്ഷയില്ലേ? ഇന്നിച്ചിരി കുറവുണ്ടല്ലേ? കുഴപ്പമില്ല. നാളെ എങ്ങനെ ആവുമായിരിക്കും അല്ലേ? നാളെ പറയാനില്ല. ഭവ്യ അവിടെ ചെന്ന് നാളെ ചൂട് എങ്ങനെയാവും എന്നൊക്കെ ചോദിക്കുന്നു കാലാവസ്ഥ. ഹലോ ചേച്ചി, എവിടുന്നാണ്? ഞങ്ങൾ അടൂര്. എത്ര പേരുണ്ട്? ഞങ്ങള് ഒരു വണ്ടിയിൽ ആൾക്കാർ. ചേച്ചി ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്ക് ക്യാമറ കാണാൻ പറ്റും. അടൂരിന്ന് പന്നിവിഴ അങ്ങനെ കുറെ സ്ഥലത്തുനിന്ന് ഒരു ടൂറിസ്റ്റ് വണ്ടി നിറച്ച ആളുണ്ട്. എന്നാലും എത്ര പേരുണ്ടാവും? 40 പേര്. എന്നിട്ട് അവരൊക്കെ എവിടെ? പേര്. അവരൊക്കെ അങ്ങ് അപ്പുറത്ത് അങ്ങ് കോട്ടവാതിന്റെ അവിടെ ഉണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു? വാങ്ങിച്ചോണ്ടിരിക്കുന്നു. കലമൊക്കെ വാങ്ങിച്ചു. പിന്നെ പായസമൊക്കെ വെക്കാനുള്ള ഏലക്കായി. അപ്പൊ എല്ലാ തവണയും പൊങ്കാലിടാം. ഞാനിപ്പോ രണ്ടാമതാണ്. ഇത് നാത്തൂന്. ഇവരൊക്കെ 4 തവണ. നാത്തൂന്റെ പേരെന്നാ? സുശീല. ഇത്തവണ എന്തെങ്കിലും പ്രാർത്ഥിച്ചാണോ പൊങ്കാലിടാൻ പ്രത്യേകിച്ച്? എല്ലാ കൊല്ലം പ്രാർത്ഥിക്കുന്നത് നടക്കാറുണ്ട്. ഉണ്ട്. ആണ്. അതുകൊണ്ടാ പിന്നെ വരുന്നത്. അല്ല, അപ്പൊ അമ്പലത്തിൽ പോയി തൊഴുതോ? അമ്പലത്തിൽ രാവിലെ പോയി. അമ്പലത്തിലോട്ട് കയറാനൊന്നും അയ്യോ, ഒരു രക്ഷയില്ല. ഞങ്ങളിപ്പോ അവിടെ നിന്ന് വന്നതാ. ചേച്ചി നമ്മളെ ഏന്തി നോക്കുന്നുണ്ട്. ചേച്ചി പേരെന്താ? ലീല എസ് പിള്ള. ലീല. ചേച്ചി എവിടുന്നാ വരുന്നേ? ഞങ്ങൾ അടൂര്. അടൂരുകാരും കൊല്ലംകാരും ഒക്കെ കൂടുതലാണ് പത്തനംതിട്ട ജില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പൊ കടയിൽ കയറിയപ്പോ എസ്എമ്മിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാരും ഞങ്ങളെ തിരിഞ്ഞു നോക്കി എവിടുന്നാ വന്നേന്ന്. ആദ്യം ഞങ്ങള് ആലപ്പുഴക്കാരായിരുന്നു അവര്. എനിക്ക് ആക്ച്വലി ചേച്ചി ഭയങ്കര വൈബാണ്. ചേച്ചി കണ്ടൊരു നല്ല പാട്ടൊക്കെ പാടുന്ന പോലെ ഇല്ല 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 ആറ്റുകാലമൊക്കെ ഒരു പാട്ടൊക്കെ പാടിയത്. ചേച്ചി പാടത്തില്ല ഒരു പാട്ട്? പാടും 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 4 പേര് പാടാം. 4, 5, 6. ആടി വരൂ അമ്മേ ആടി വരൂ, ആടി വരൂ അമ്മേ ആടി വരൂ, ആടി വരൂ അമ്മേ ആടി വരൂ, ആറ്റുകാൽ വാഴുന്ന തമ്പുരാട്ടേ. അടിപൊളി. ഇതിലെ പാട്ട് ഞങ്ങൾ പറഞ്ഞു. അടൂരുകാരോട് ചോദിക്കുന്നത് തിരുവനന്തപുരത്തുകാർ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലയോ? ഇനി വേറെ വഴിയില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ അല്ലേ? നമുക്കിനി വരണ്ടേ? ചേച്ചിയുടെ പേരെന്തുവാ? പാട്ടൊക്കെ പാടുന്ന ചേച്ചിയുടെ പേരെന്തുവാ? എന്റെ പേര് രത്നമണി. അപ്പൊ രത്നം പോലെ ഒരു പാട്ടൊക്കെ കിട്ടി ഞങ്ങൾക്ക്. അപ്പൊ എന്തായാലും നാളെ പൊങ്കാലയിട്ട് സന്തോഷമായിട്ട് തിരുവനന്തപുരത്ത് പോകണം. സേഫ് ആയിട്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളൊക്കെ പറയും. താങ്ക് യു. ശരി, നടക്കട്ടെ. അപ്പൊ അതാണ് ചേച്ചി നല്ലൊരു പാട്ടൊക്കെ പാടി തന്നു. ചേച്ചി ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞാൽ നമുക്ക് ക്യാമറയിലോട്ട് നോക്കാം. പേരെന്താ? ശശികല. ശശികല ചേച്ചി എവിടെന്നാ വരുന്നേ? തേവലക്കര. എപ്പോഴാ വന്നേ? ഞങ്ങള് 4 മണി. ഇങ്ങോട്ട് വന്ന് നിൽക്ക്. അപ്പൊ അമ്പലത്തിൽ തൊഴുതോ? അമ്പലത്തിൽ തൊഴാൻ പോയില്ല, ഭയങ്കര തിരക്ക്. പോകുന്നില്ലേ? പോണം. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ അടുപ്പ് കൂട്ടിയേക്കുന്ന എവിടാ? നഗരസഭയ്ക്ക് അപ്പുറം. ഓ, നഗരസഭയുടെ. അപ്പൊ എല്ലാ തവണയും അവിടെയാണോ? ഈ സ്ഥിരം വരുന്ന സ്ഥിര സ്ഥലത്തിടുന്ന ഒരു സുഖം അല്ലേ? അവിടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. പൊങ്കാലയ്ക്ക് മാത്രം കാണുന്നത്. ഇത്തവണ എന്താ നിവേദ്യം? പായസം. മണ്ടപ്പുറ്റ് എന്തിനായിരുന്നു ഉണ്ടാക്കുന്നത്? ആണോ? മാറാറുണ്ടോ അതൊക്കെ? എനിക്ക് തലവേദനയാണ്. ആണ്. അപ്പൊ അത് മാറാൻ വേണ്ടിട്ടാണ്. നമ്മുടെ ഏത് കാര്യങ്ങളും നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ അത് സാധിക്കും. അതെല്ലാം സാധിക്കും. വലിയ വിശ്വാസമാണ്. അതെ. അപ്പൊ എന്തായാലും അതൊക്കെ സാധിക്കട്ടെ അല്ലേ? എല്ലാ കാര്യങ്ങളും സാധിക്കട്ടെ. ഇനി ഒരുപാട് പൊങ്കാല ഇടാൻ പറ്റട്ടെ കേട്ടോ. ആശംസകൾ.